ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഈ ആഴ്ചത്തെ വെനസ്ഡേ നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ സമയമായി. അപ്പോൾ ഇപ്രാവശ്യം ബ്യൂട്ടി വ്ളോഗ് ചെയ്യാനുള്ള സമയം കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിക്കാം. അപ്പോൾ സാധാരണ എനിക്ക് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫേസ്, സ്കിന്ന്, പിന്നെന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഹെയറിൻ്റെ കാര്യത്തിലേക്ക് വരും. ഒരു ടോട്ടൽ വെൽനെസ്സാണ് ഞാൻ മനസ്സിൽ കാണുന്നത് ഇപ്പോഴും. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ചുറ്റുമുള്ള കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് പേരുടെ പ്രശ്നമാണ് കണ്ണിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, അണ്ടർ ഐ ഡാർക്ക്നെസ്. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അണ്ടർ ഐ പഫിനെസ്, അല്ലെങ്കിൽ അണ്ടർ ഐ ബാഗ്സ് ഭയങ്കരമായിട്ട് തടിച്ചിട്ട് വരും കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ചൈനീസ് കണ്ണാണ് എൻ്റെ കണ്ണ്. കുറച്ച് വലിയ കണ്ണൊന്നുമല്ല, കുറച്ച് എൻ്റെ അപ്പർ ലിഡിൻ്റെ അവിടെ ഇച്ചിരി തടിപ്പ് ഉള്ള നേച്ചറാണ്. എങ്കിലും ജനറലി അങ്ങനെയാണ്. എങ്കിലും ഈ ഭാഗത്തൊക്കെ കുറച്ചൊരു തടിപ്പ് വരാറുണ്ട്. വന്ന് തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതെൻ്റെ ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ്. അതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് കാര്യമായിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. പിന്നെ കുറേയൊക്കെ ജനറ്റിക്സ് ആണ്, കുറേയൊക്കെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ഈ കണ്ണിൻ്റെയൊക്കെ ഷേപ്പും സൈസും എപ്പോഴാണ് അതിനൊക്കെ ഒരു മാറ്റം വരുന്നതെന്നൊക്കെ ഉള്ള കാര്യം കുറേയൊക്കെ ജനറ്റിക്കലാണ്. പിന്നെ നമ്മുടെ ശീലങ്ങളാണ് മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് പ്രധാനമായിട്ട് ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുക. അത് എൻ്റെ കേസിൽ അത് ആപ്ലിക്കബിൾ ആണ്. ആവശ്യത്തിന് ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മിനിമം ഒരു സമയം നമ്മൾ കൊടുക്കണം ഉറക്കത്തിന്. 6 to 8 hours നല്ലത്. പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ റിട്ടൻഷൻ. നമ്മൾ ഒരുപാട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വാട്ടർ റിട്ടൻഷൻ കാര്യം സംഭവിക്കുന്നു. പിന്നെ ഒരു ഹൈ കൺസംഷൻ ഓഫ് സോൾട്ടിൻ്റെ ഇൻടേക്ക് കൂടുകയാണെങ്കിൽ അതും എനിക്ക് ബാധകമാണ്. ഞാൻ ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആളാണ്. അത് നല്ല കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, ചീത്ത കാര്യമാണ്. ഞാൻ ഉപ്പ് കുറയ്ക്കണം. സാധാരണഗതിയിൽ ഞാൻ ഉപ്പ് കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. എനിക്ക് ചെറിയ പ്രഷറിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളാണ്. അതുകൊണ്ട് ഉപ്പ് വളരെ കുറയ്ക്കണം. എങ്കിലും ഞാൻ ഉപ്പ് കഴിക്കുന്നുണ്ട്. എക്സ്ട്രാ ആഡ് ഓൺ സോൾട്ട് കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞു തരുന്നതാണ്. എൻ്റെ കാര്യത്തിൽ എത്രത്തോളം പ്രാബല്യത്തിൽ വരുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അത് ചില സമയത്തൊക്കെ എനിക്ക് കുറച്ച് ഉപ്പ് പറഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ ഉപ്പ് ഇട്ട് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പം ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, റോക്ക് സോൾട്ട്. ആ ഒരു വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് സംഭവം. പിന്നെ ഏജിങ് ഒരു പ്രധാന ഫാക്ടറാണ്. ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസും ടിഷ്യൂസിൻ്റെയൊക്കെ ശക്തി കുറഞ്ഞു വരും. ഓക്കെ, വീക്കായി തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഫേംനെസ് കുറയും. അങ്ങനെ വരുമ്പോഴും ഈ ഒരു പ്രക്രിയ നടക്കുന്നു. അതായത് ആ ഭാഗത്തെ ഒരു ഫേംനെസ് ഇല്ലാണ്ട് വരുമ്പോൾ ഒരു സാഗിങ് ടെൻഡൻസി വരും. അപ്പോൾ ഫാറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും പല ഭാഗത്തേക്ക് പോകും. അതിൻ്റെ ഒരു ഡിസ്ലൊക്കേഷൻ പോലെയാണ്. ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ ഓരോ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്വെല്ലിങ് കൂടുതലായിട്ട് വരും. അപ്പോൾ ആ സ്കിന്നിൻ്റെയും ഒരു മസിൽ ആൻഡ് ടിഷ്യൂ വീക്ക്നെസ് വരുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ആ ഭാഗത്തേക്കൊക്കെ ഉള്ള ഫാറ്റ് സറൗണ്ടിങ് ദ ഐസ് അതിങ്ങനെ ബൾജ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൽ കണക്റ്റഡ് ആണ്. എങ്കിലും ഇതിന് പ്രതിവിധി ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പ്രതിവിധികളുണ്ട്. സർജിക്കലി വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. നോൺ സർജിക്കൽ ആയിട്ടുള്ള അത്ര ഇൻവേസീവ് അല്ലാത്ത കാര്യങ്ങളുണ്ട്. അതായത് ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫില്ലേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അങ്ങനെയുള്ള കുറേ നോൺ സർജിക്കലായിട്ട് തന്നെ മെത്തേഡ്സ് ഉണ്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ സർജിക്കലായിട്ടാണെങ്കിലും നമ്മുടെ ലിഡ് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക, ലോവർ ലിഡിനെ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ബൾജ് കറക്റ്റ് ചെയ്യുക. അത് പെർമനൻ്റ് ആയിട്ട് ഒരു ക്യൂർ പോലെ തന്നെയാണ് ചിലരുടെ കേസിൽ. എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല, വൺസ് ചെയ്താൽ മതി. പിന്നെ ചിലരുടെ കേസിൽ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയല്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ ഭയങ്കര മടിയാണല്ലോ. അത് നമുക്ക് ഭയങ്കര അപ്രിഹെൻസീവ് ആയിരിക്കും. നമ്മൾ പക്ഷെ അത് വേണോ, അത്രയൊക്കെ ചെയ്യണോ, സർജിക്കലും അല്ലാതെയും. മെഡിക്കൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നോൺ സർജിക്കൽ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാകും അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ ഹോം റെമഡി എന്ന് നമ്മൾ ആലോചിക്കും. ഹോം റെമഡി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് കണ്ണിന് ചുറ്റും എക്സസൈസ് നല്ലതാണ്. നല്ല രീതിയിൽ ഇങ്ങനെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു മസിൽസിനെയും അതിനെയൊക്കെ കുറച്ചൊന്ന് ഉത്തേജിപ്പിച്ചെടുക്കുക. അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയെടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ കുറച്ച് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ അതിന് പറ്റിയ കാര്യങ്ങൾ വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഫി ഒരു നല്ലൊരു റെമഡി ആയിട്ടാണ് പറയുന്നത്. കണ്ണിൻ്റെ പഫിനെസ്സിനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, കണ്ണിൻ്റെ അടിഭാഗത്തുള്ള ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ മാറ്റാൻ കോഫി എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ ഈ കെഫൈൻ്റെ ഒരു ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിന് ചുറ്റുമുള്ള സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ത്വരിതപ്പെടുത്തിയിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതുവഴി നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നിനെ കുറച്ചുകൂടി ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊണ്ടുവരും. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, പഫിനെസ് ഒന്ന് കുറഞ്ഞു വരും. പിന്നെ നമുക്ക് കോൾഡ് കംപ്രഷൻ വെക്കുന്ന വളരെ നല്ലതാണ്. നല്ല ഐസ് വാട്ടറിൽ കോട്ടൺ പാഡ്സോ അല്ലെങ്കിൽ ക്ലോത്ത് ടിഷ്യൂ പോലത്തെ വളരെ കനം കുറഞ്ഞ ക്ലോത്തോ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് കണ്ണിൽ
ഇങ്ങനെ കോൾഡ് കംപ്രഷൻ കൊടുക്കാം. എല്ലാ ദിവസവും 2 നേരം കുറച്ചൊരു 10 മിനിറ്റ് ആ തണുത്ത ക്ലോത്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കോട്ടൺ ടിഷ്യൂ, നമ്മുടെ കോട്ടൺ പാഡ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ഐസ് വാട്ടറിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം കൂളായിട്ട് കിടന്നാൽ നല്ലതാണ്. പിന്നെ അതുപോലെ കുക്കുംബറിന്, ഈ കോഫിയുടെ കഥ പറഞ്ഞ പോലെ കുക്കുംബറിനും നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പും തടിപ്പും ഒക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. കുക്കുംബർ വാട്ടറിൽ, കുക്കുംബറിൻ്റെ ജ്യൂസിൽ അത് ഇതുപോലെ കോട്ടൺ പാഡ് മുക്കിയിട്ട് വെച്ചാൽ നല്ലതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീ ബാഗ്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ടീയുടെ ബാഗ് ഉണ്ടല്ലോ, ടീ ബാഗ്സ്, അത് ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക തണുപ്പിച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് അത് കുറച്ച് നല്ല ചില്ലാക്കിയിട്ട് കൊണ്ടുവന്ന് കണ്ണിൻ്റെ മുന്നിൽ വെച്ചാലും കണ്ണിൻ്റെ പഫിനെസ്സും കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പും അൺഡ്രൈ ഡാർക്ക്നെസ്സും ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇത് എന്ത് ചെയ്താലും റെഗുലറായിട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരു ദിവസം ചെയ്തു 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്തു അത് കാര്യമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് ഈ കോഫി വെച്ചൊരു ചെറിയൊരു പാക്ക് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ണിന് ചുറ്റും ഇങ്ങനെ ഇടുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് എല്ലാ ദിവസവും ചെയ്താൽ വളരെ നല്ലത്. കാര്യം അത് കഫെയിനാണ്, കോഫിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിനോടൊപ്പം ഞാൻ 2-3 കാര്യങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഹണിയാണ്. ഹണി എഗെയിൻ നല്ലതാണ്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറ്റാനായിട്ട് ഹണി നല്ലതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എഗ് വൈറ്റ് സ്കിന്ന് ഫേം ആക്കാനുള്ള കഴിവുണ്ട്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ മുഖത്ത് തൂങ്ങി പോകാണ്ടിരിക്കാൻ, ഒരു സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആകാനായിട്ട് എല്ലാ ദിവസവും മുഖത്ത് എഗ് വൈറ്റ് പുരട്ടുന്നത് നല്ലതാണ്. അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ആ എഗ് വൈറ്റ്, ഹണി, പിന്നെ ഞാൻ കോഫി, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അതിനകത്ത് ചേർക്കാൻ പോവുകയാണ്. പിന്നെ ഇതോടൊപ്പം കണ്ണിന് ഏറ്റവും നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആൽമണ്ട് ഓയിൽ നല്ലതാണ്. വൈറ്റമിൻ ഇ ഓയിൽ ഈസ് ഓൾസോ എക്സലൻറ്റ്. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ എൻ്റെ കയ്യിൽ ബോട്ടിലിൽ വാങ്ങിയത് തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ബോട്ടിൽ വാങ്ങേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കിട്ടും. ഇവിയോൺ എന്ന് പറഞ്ഞിട്ട് പച്ച കളറും ഗോൾഡൻ കളറിലും ഉണ്ട്. അത് വാങ്ങിച്ചിട്ട് അതിലൊരു സൂചി കൊണ്ട് കുത്തിയിട്ട് അതിനകത്തുള്ള ഓയിൽ എടുത്താലും മതിയാകും. നമ്മുടെ മീൻ ഗുളിയൊക്കെ പോലെ ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല, അത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഓയിലുണ്ട്, വൈറ്റമിൻ ഇ ഓയിൽ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു പാക്ക് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ ഇട്ടിട്ട് അതൊരു 10-15 മിനിറ്റ് അത് ഉണങ്ങുന്നവരെ വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെറ്റാക്കി അതൊന്ന് ഡ്രൈ ആയിരിക്കുന്നതിനെ ഒന്ന് കുതിർത്തിട്ട് വാഷ് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായല്ലോ? അപ്പോൾ തുടങ്ങാൻ പോകുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇത് നോക്കിക്കോളൂ. ഇത് എഗ് വൈറ്റ് ആണ്. ഒരു മുട്ടയുടെ ഫുള്ളില്ല, അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് എഗ് വൈറ്റ്. പിന്നെ കോഫി നമുക്കധികം വേണ്ടല്ലോ, 2 കണ്ണിനടിയിൽ മതിയല്ലോ. അപ്പോൾ 1 ടീസ്പൂൺ കോഫി. ഇപ്പോൾ സാഷെ ആണെങ്കിൽ, പാക്കറ്റ്സിൽ ഉള്ള കാര്യമാണെങ്കിൽ ഒരു ചെറിയൊരു പാക്കറ്റ് ഇതുപോലത്തെ ഒരു ചെറിയ സാഷെ എടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ബ്രൂവോ നെസ്കഫെയോ അങ്ങനത്തെ കാപ്പിപ്പൊടി ആയാലും മതി, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല. അല്ലാണ്ട് കാപ്പിപ്പൊടി എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടില്ലേ, കോഫി പൗഡർ, അതാണെങ്കിലും നല്ലതാണ്. എല്ലാത്തിലും കഫെയിൻ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊരു ടീസ്പൂൺ എന്ന് പറയാം. ഓക്കെ, ദിസ് ഇസ് ദ കോഫി. പിന്നെ ഹണി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. തേൻ, നല്ല ശുദ്ധമായ തേൻ, അതും ആവശ്യത്തിന് കുറച്ച്, ഇതിനൊക്കെ കുറച്ച് മതിയാവും. ഓക്കെ, ഇതിനകത്തേക്ക് കുറച്ച് എഗ് വൈറ്റ് ഇടുന്നു. എല്ലാം നമ്മുടെ ആവശ്യാനുസരണമാണ് ഒഴിക്കേണ്ടത്. ഒരല്പം തേൻ ഒഴിക്കാം, കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ഓയിൽ. ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ എടുക്കുക. ഇതിപ്പോൾ ക്യാപ്സ്യൂൾ അല്ല, ഞാൻ ബോട്ടിലാണ് വൈറ്റമിൻ ഇ ഓയിൽ എൻ്റെ കയ്യിലുള്ളത്. വൈറ്റമിൻ ഇ ഓയിൽ അതിൽ നിന്ന് ഒരല്പം ഞാൻ സ്പൂണിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഒരു എഗ് വൈറ്റ് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും സ്കിന്നിന്, ഇങ്ങനെ ഫേം ആകുമ്പോൾ ഇങ്ങനെ വലിച്ചു പിടിച്ച പോലെ. അപ്പോൾ അതുകൊണ്ട് ഈ ഓയിൽ നല്ലതാണ്. ദിസ് ഇസ് വൈറ്റമിൻ ഇ ഓയിൽ, ഫ്യൂ ഡ്രോപ്സ്. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം. അത് എല്ലാ കാര്യങ്ങളും കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു മിക്സി. ഓക്കെ, കോഫി, ഹണി, കോഫി പൗഡർ, ഹണി, പിന്നെന്താ മുട്ടയുടെ വെള്ള, ഓയിൽ, വൈറ്റമിൻ ഇ ഓയിൽ. വൈറ്റമിൻ ഇ ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇസ് ഓൾസോ ഈക്വലി ഗുഡ്. വേറൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ കണ്ണിൻ്റെ അടിഭാഗത്ത് തേച്ച് പിടിക്കും. നല്ല മണം.
കോഫി നമുക്ക് ഭയങ്കര നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പല കാര്യങ്ങൾക്കും കോഫി നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും. ഞാൻ ഒരുപാട് ഫേസ് പാക്കുകളിലും ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ കോഫി ഉപയോഗിക്കുന്ന ആളാണ്. ഉള്ളിലേക്ക് അങ്ങനെ അധികം കോഫി കുടിക്കുന്നില്ലെങ്കിലും പുറമേ ഉള്ള ആപ്ലിക്കേഷൻ ഐ ലവ് കോഫി. കോഫിയുടെ വലിയ ശീലമല്ല, പക്ഷെ പുറത്തൊക്കെ പോകുമ്പോൾ തമിഴ്നാട് സൈഡിലൊക്കെ പോകുമ്പോൾ നല്ല ഫിൽറ്റർ കോഫി കിട്ടിയാൽ ഞാൻ കുടിക്കും. ശരി, ഇനി കണ്ണിൻ്റെ അടിഭാഗത്ത് ഇത് നോക്കിക്കോളൂ, നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കണ്ണാടി നോക്കിച്ചു. ഇതൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ ആൾക്കാർ കണ്ടാൽ പേടിക്കും കേട്ടോ. വീട്ടിലെ ആൾക്കാർ തന്നെ, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് തന്നെ എങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ ഇതെന്ത് ഏതാണ്ട് വേഷം കെട്ടി ഇരിക്കുന്നതിൽ പേടിപ്പിക്കാം. സത്യമായി ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട നമുക്ക്. കുഴപ്പമില്ല, നമ്മൾ കൂടുതൽ ഇതിൽ കുറഞ്ഞ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എടുത്തത് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പറ്റുമെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്യാം. രാക്ഷസ വേഷം കിട്ടിയതല്ലേ. പിന്നെ ഇത് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കാം. ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു തരാം. നോക്കിയേ, ഇത് ഏതാണ്ട് കത്തിവേഷം പോലും ഉണ്ടല്ലോ. നമ്മൾ ചില സീരീസിലും ചില സിനിമയിലൊക്കെ കാണുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെ മേക്കപ്പ് പോലെയാണ് നോക്കി. പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക, ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മളൊരു പോസിറ്റിവിറ്റിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പേടിയാവുന്ന രൂപം, പക്ഷേ ഇത് മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഡ്രൈ ആണേ, പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഭാഗം അങ്ങനെ ആയിട്ടുണ്ട്. അതിൽ ഓയിലും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാണ്ട് വരുന്നത്. എങ്കിലും ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടുതലായി. ഇത് ഡ്രൈ ആണ്. ഓക്കെ, നൈസ്. ഇത് ആയി നമ്മൾ കുറച്ച് വെറ്റ് ടിഷ്യോ അല്ലെങ്കിൽ കുറച്ചൊരു ടിഷ്യൂ പേപ്പറിൽ ചില വെള്ളം നനച്ചിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്തിട്ട് ആയിട്ടൊന്ന് കഴിക്കും. ചെറിയൊരു സ്റ്റിക്കി ഫീലിംഗ് എല്ലാം വരും. ചെറിയ കണിയൊക്കെ ഉണ്ട് ഇതിന്, അതുകൊണ്ടൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. ഫസ്റ്റ് തുടക്കൽ ആയിക്കോട്ടെ. ഇനി ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് സെക്കൻഡ് റൗണ്ട്. വാഷ് ബേസിൽ പോയി കഴുകുന്നതാണ് ഏറ്റവും എളുപ്പം. ഞാൻ പക്ഷെ നിങ്ങൾക്ക് കാണണ്ടേ റിസൾട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ചെയ്യുന്നത്. ഫ്രഷായിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ചെടുക്കാം. നന്നായിട്ട് വയ്ക്കും. ഭയങ്കരമായ ഒരു ചേഞ്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് കാണാം. കണ്ണിൻ്റെ അടിയിൽ, എനിക്ക് കണ്ണിൻ്റെ അടിയിൽ കറുപ്പില്ല, ഡാർക്ക്നെസ് ഇല്ല, പക്ഷേ ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്. അത് സാധാരണ കുറച്ച് ഉറക്കം കുറവുള്ള ദിവസം കൂടുതലായിട്ട് തോന്നും. അല്ലാതെ ഇതുപോലെയൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ അധികം ജോലി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അൺഡ്രൈ ആ ഒരു പഫിനെസ് നല്ലോണം കുറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരി ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ മിക്സിയുടെ കാര്യം ബാക്കിയുണ്ട്, ഒരു 2-3 ദിവസത്തേക്ക് വരും. ഓക്കെ, അത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കുന്നു. 2-3 ദിവസത്തേക്കില്ല കേട്ടോ, ഒരു പ്രാവശ്യത്തേക്കും കൂടി ഉണ്ട്. അത് നാളെ ചെയ്യാം, ഞാൻ നാളെ ചെയ്തോളാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സമയം. ആരും പേടിപ്പിക്കണ്ടല്ലോ, ആരും ഇല്ലാതെ എല്ലാവരും പുറമെ കിടന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഭയങ്കരമായ മാറ്റം ഞാൻ കാണുന്നു. അതായത് കുറച്ച് നേരത്തെ ഇരുന്നതിനെക്കാട്ടിലും നല്ലൊരു ചേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്താൽ എനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യാൻ സാധിക്കും. ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
ആ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ സമയം ഉണ്ടാക്കി ചെയ്യുക, അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഉറക്കം മസ്റ്റാണ്. പിന്നെ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. ചില അലർജീസ് ഉള്ളവർക്ക് ഇങ്ങനെ സ്വെല്ലിങ് വരാം. അപ്പോൾ പല പല ഫാക്ടേഴ്സാണ് ഇതിന് റെസ്പോൺസിബിൾ ആകുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യം, പിന്നെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. കണ്ണിനടിയിൽ ഈ ഒരു ഫിംഗർ, അല്ലെങ്കിൽ ഈ ഒരു ഫിംഗർ ആയിരിക്കും നല്ല, അല്ലെങ്കിൽ ഇത് മിഡിൽ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ 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 പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എല്ലാം ഒരു 25 ടൈംസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും. ഓക്കെ, ആദ്യം ഒരു 25 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 25 പ്രാവശ്യം തിരിച്ച് ചെയ്യുക. ഇതുമെല്ലാം ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എക്സസൈസസ് ആണ് കണ്ണിന് ചുറ്റും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ താൽക്കാലികമായ റിസൾട്ട് കിട്ടും, പിന്നെയും പഴയതുപോലെയാവും. അപ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുക കൂടുതലായിട്ട്. വാട്ടർ റിട്ടൻഷൻ അധികം വരാണ്ടിരിക്കാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് വെള്ളം കുടിച്ചിട്ട് കിടക്കരുത്. അത് 2 രീതിയിൽ മോശമാണ്. ഒന്ന്, ഇതുപോലെയുള്ള ബ്ലോട്ടിംഗ് ഉണ്ടാവും. 2 എന്ന് പറയുന്നത് രാത്രി എന്താ പറയുക, ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാത്രി ഒരു 7:30-8 മണിക്ക് മുന്നേ വെള്ളം കുടിയൊക്കെ നിർത്തുക ബൈ 7:30. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ പറയുന്ന കുക്കുംബർ ജ്യൂസ്, ഇത് നമ്മൾ ഐസാക്കി വെക്കുക, അത് ആ ഐസ് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക, അതും ഇതിന് നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് കുക്കുംബർ ജ്യൂസ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് കുറച്ച് കോട്ടൺ പാഡ്സ് ഇട്ട് വെച്ചിട്ട് കോൾഡ് കംപ്രഷൻ കൊടുക്കുക എല്ലാ ദിവസവും. അപ്പോൾ എല്ലാ ദിവസവും കോൾഡ് കംപ്രഷൻ കൊടുക്കാൻ പറ്റിയാൽ, എല്ലാ ദിവസവും ഈ ഒരു കോഫി പാക്ക് ഇടാൻ പറ്റിയാൽ, ആവശ്യത്തിന് ഉറങ്ങാൻ പറ്റിയാൽ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് നമ്മുടെ അൺഡ്രൈ ഡാർക്ക്നെസ് ആൻഡ് അൺഡ്രൈ പഫിനെസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതെനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ള കാര്യമാണ്. സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക, ഇത് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ വളരെ സന്തോഷം. ഈ ഒരു ഇൻഫർമേഷനാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇപ്രാവശ്യം ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മണ വ്ലോഗ്സ്. ലവ് യു.